എന്താണ് മനുഷ്യജീവിയും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ആഹാരം, അതായത് ഇന്ദ്രിയങ്ങളിലൂടെ ഭക്ഷിക്കുന്നതാണേലും വായിലൂടെ ഭക്ഷിക്കുന്ന ആഹാരമാണെങ്കിലും എല്ലാവർക്കും വേണമല്ലോ. നിദ്ര, ഉറക്കം, ഭയം, അതായത് ശരീര മനസ്സുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രകൃതിയുടെ മെക്കാനിസം ആയ ഭയം, മൈഥുനം, അതായത് വംശവർദ്ധനവിനുള്ള ഉപായം, ഇതെല്ലാം മനുഷ്യരിലും മറ്റ് ജീവജാലങ്ങളിലും തുല്യം തന്നെയല്ലേ? പിന്നെന്താ മനുഷ്യനും മറ്റു ജീവജാലങ്ങളുമുള്ള വ്യത്യാസം? കേവലം ഒന്നേ ഉള്ളൂ, മനുഷ്യന് പ്രകൃതിയെ രക്ഷിക്കാനാവും. സ്വപ്രകൃതിയും പരമമായ ഈ പ്രകൃതി, ചുറ്റും കാണപ്പെടുന്ന പ്രകൃതിയും രക്ഷിക്കുവാനും മനുഷ്യനാവും, ശിക്ഷിക്കുവാനും മനുഷ്യന് ശക്തിയുണ്ട്. മറ്റു ജീവജാലങ്ങൾ പ്രകൃതിക്ക് അനുകൂലമായി ജീവിക്കുമ്പോൾ, പ്രകൃതിദത്തമായ രീതിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യന് പ്രകൃതി വിരുദ്ധനാവാനും പ്രകൃതിയെ രക്ഷിക്കുവാനും സാധിക്കും. ഇതിൽ ആദ്യമായി നമ്മൾ നോക്കേണ്ടത് സ്വപ്രകൃതിയെ, എൻ്റെ പ്രകൃതി എങ്ങനെ രക്ഷിക്കാം എന്നുള്ളത് മനുഷ്യൻ പഠിക്കേണ്ടതില്ലേ, അറിയേണ്ടതില്ലേ? ഇതാണ് ധർമാചരണം. സ്വന്തം നന്മയ്ക്കായി, സ്വന്തം ഉയർച്ചയ്ക്കായി, സ്വന്തം വളർച്ചയ്ക്കായി നമുക്ക് എങ്ങനെ ഈ അറിവുകളെ ഉപയോഗപ്പെടുത്താം? ഇതിൻ്റെ ശാസ്ത്രമാണ് അഘോരതന്ത്രം. നമ്മളിൽ പ്രകൃതി അഷ്ടവികാരങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതായി കാണാം. അഷ്ടകഷ്ടങ്ങളെന്നും വിളിക്കും. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഡംബ്, അസൂയാദികളാവുന്ന ഈ അഷ്ടരാഗങ്ങൾ അല്ലെ അഷ്ടരോഗങ്ങൾ, അഷ്ടകഷ്ടങ്ങൾ, ഇവയൊക്കെയാണ് നമ്മളെ പെടുത്തിക്കളയുന്നത്, നമ്മളെ ദുഃഖത്തിൻ്റെ കയത്തിലേക്ക്, ആഴത്തിലേക്ക് തള്ളിവിടുന്നത്. ഇവയൊക്കെ നമുക്ക് വിരുദ്ധമാണോ? അല്ല. ഒരു മനുഷ്യൻ അവൻ്റെ സ്വധർമ്മം, അതായത് അവൻ ചെയ്യേണ്ട അവൻ്റെ ജീവിതത്തിലെ ക്രിയേറ്റിവിറ്റി ചെയ്യുമ്പോൾ ഈ വികാരങ്ങളെയെല്ലാം അവന് ലൈഫ് സപ്പോർട്ടായിട്ട് ഉപയോഗപ്പെടുത്താം. അതെങ്ങനെ? അഘോരതന്ത്രം നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒരു ആക്രമണോത്സുക സ്വഭാവമുള്ളവരാണെങ്കിൽ, ഇഫ് യു ഹാവ് വയലൻറ്റ് ടെമ്പർ, എങ്ങനെ അതിനെ താങ്കളുടെ ജീവിതത്തിന് വിജയത്തിനായിട്ട് ഉപയോഗപ്പെടുത്താം? താങ്കളുടെ മേഖല എന്താവാം? മാർക്കറ്റിംഗ് ആവാം. ഉപയോഗപ്പെടുത്തിക്കൂടെ? താങ്കൾ ഒരു സൈനികനാവാം, താങ്കൾ ഒരു മാനേജറാവാം. എങ്ങനെ ഇതിനെ താങ്കളുടെ ലൈഫിനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം? താങ്കളുടെ കാമത്തെ, താങ്കൾ ഉയരുന്ന ആ വംശവർദ്ധനമുള്ള പ്രകൃതിയുടെ ഉപായത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെ അത് ക്രിയേറ്റിവിറ്റി ആയിട്ട് ഉപയോഗപ്പെടുത്താം? ഇതൊക്കെയാണ് അഘോരതന്ത്രത്തിൽ നമ്മൾ താങ്കളെ പഠിപ്പിക്കുന്നത്. വരിക, അഘോരതന്ത്രത്തിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ബി ക്രിയേറ്റീവ്. ലെറ്റ്സ് ക്രിയേറ്റ് എ ന്യൂ വേൾഡ്, എ ന്യൂ ഹൊറൈസൺ. വെൽക്കം ടു അഘോരതന്ത്ര.